അത് വിവാഹമേ വേണ്ട എന്നുള്ള നിലയ്ക്കുള്ള തിരിച്ചറിവ് ലോകവ്യാപകമായിട്ട് സ്ത്രീകളിലേക്ക് വരുന്നുണ്ട്. വിവാഹം എന്ന് പറയുന്ന വലിയ ബന്ധനം, വലിയ കുരുക്ക്, അതിലുപരിയായിട്ടൊരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കാൻ, സ്വതന്ത്രയായിട്ട് ജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വരിക, സ്നേഹം തോന്നുന്നവരോട് സ്നേഹിക്കുക. ഇപ്പോൾ പൊതുവേ പറയാറുണ്ട്, ഇപ്പോൾ മെട്രോയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചെറുപ്പക്കാർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വയ്ക്കുന്നു. ആ ഉമ്മ വയ്ക്കുന്നത് കണ്ടിട്ട് അസ്വസ്ഥതയോടുകൂടി ഇരിക്കുന്ന മുതിർന്നവർ പലരുമുണ്ട്. വാസ്തവത്തിൽ അവർ പരസ്പരം കത്തിയെടുത്ത് കുത്തിക്കൊലപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്ക് അതിനെ കാണാൻ കഴിയാത്ത ഒരു സമൂഹം, അതാണ് ഈ 1-ാം ക്ലാസ് സമൂഹം എന്ന് പറയുന്നതാണ്. അതെ അതെ. താങ്കൾ ഈ വിവാഹ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പോകാനിടയായി. അപ്പോൾ ഒരു ടീച്ചറെ കണ്ടു. അപ്പോൾ ആ ടീച്ചർ എന്നോട് പറയുകയാണ്, വളരെ യങ്ങായിട്ടുള്ളൊരു ടീച്ചറാണ് കേട്ടോ, പറയുകയാണ്, ടീച്ചറെ ഈ വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകളെ കാണുമ്പോൾ, അവരുടെ മുഖം കാണുമ്പോൾ കൊതിയാവാണ്. ഞാനിപ്പോൾ ഈ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, സ്ത്രീകൾ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഈ ടീച്ചറുടെ കമൻറ്റാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. വിവാഹമോചിതരായ സ്ത്രീകളുടെ മുഖം കാണുമ്പോൾ എനിക്ക് കൊതിയാവുന്നു. ആ അധ്യാപിക നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിലാണ്. പക്ഷേ അച്ഛനും അമ്മയും ബെഡ് റിഡനാണ്. 10-16 വർഷമായിട്ട് ബെഡ് റിഡനായ പാരൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ അധ്യാപികയാണ്. അപ്പോൾ സ്കൂളിൽ വരണം, ഇത് നോക്കണം. എന്നാൽ അതിനെ വേണ്ട വിധത്തിൽ ആരെങ്കിലുമൊക്കെ നിർത്തി ആ കെയറിങ് കൊടുക്കാനുള്ളൊരു മനസ്ഥിതി നമ്മുടെ സമൂഹത്തിനില്ല. അത് അവളുടെ ഉത്തരവാദിത്വമാണ്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് ആവോളം ഉപദേശമാണ്, ഇങ്ങനെ നോക്കിയാൽ നിനക്ക് പുണ്യം കിട്ടും.